നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന മീൻകറി ആയാലോ ഇന്ന്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഉലുവയും കറിവേപ്പിലയും ഇട്ട് ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു 4-5 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ചേർത്ത് പച്ചമണം മാറി വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതേ കുടംപുളി ചേർക്കുന്നുണ്ട്. വീട്ടിലുണ്ടായതുകൊണ്ട് കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതേ 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി, കറിവേപ്പില, മുളക് പൊടിയും കൂടെ താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറി ready.